നമസ്കാരം. ലോകത്ത് എവിടെ എന്ത് നടന്നാലും വി.ഡി. സതീശനാണ് തലവേദന എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. കേരളത്തിലെ ഓരോ കാര്യങ്ങൾ രാഷ്ട്രീയമായി ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിൽ പ്രതികരിച്ച് രംഗത്ത് വരുന്ന വി.ഡി. സതീശന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പലപ്പോഴും തലവേദനയാവുകയാണ് ചെയ്യുക. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടുണ്ടാവും. ആ നിലപാട് കേരളത്തിൽ പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇവിടെ തിരിച്ച് വിരുദ്ധമായ നിലപാട്, പലപ്പോഴും ബി.ജെ.പിയുടെ നിലപാട് ആവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് സതീശനും കൂട്ടർക്കുള്ളത്. ഏറ്റവും അവസാനം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യം, കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നടപടികൾക്ക് എതിരായി കേരളം നീങ്ങി. അതിനുശേഷം ഗവർണറുടെ കേരളത്തെ ദ്രോഹിക്കുന്ന വിധത്തിൽ ബില്ലുകളും നിയമങ്ങളും ഒക്കെ പിടിച്ചു വെക്കുന്ന നടപടികൾ വന്നു. അതിനെതിരെ കേരളം കോടതിയിൽ പോയി. ഈ രണ്ട് കേസുകളിലും അനുകൂലമായ പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. അതിൻ്റെ തുടർച്ചയാണ് രാഷ്ട്രപതിയുടെ ഓഫീസിനെതിരെയും കൂടി കേരളം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഈ സാഹചര്യം ഗൗരവമുള്ളതാണ്. ഇതിൻ്റെ ഒരു അനുരണനം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണത്തിലും കാണാം. പ്രതിപക്ഷം ഇതുവരെ സമ്പൂർണ്ണമായി കേരളത്തെ പിന്തുണക്കുന്ന നിലപാട് സ്വീകരിക്കുന്നില്ല. ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് പരിപാടികളാണ് നടക്കുന്നത്. എന്നാൽ ബില്ലുകളും നിയമങ്ങളും, നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളും നിയമങ്ങളും പരിഹാസ്യമായ രീതിയിൽ ഗവർണർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, സുപ്രീം കോടതി മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ, തമിഴ്നാടിൻ്റെ പ്രത്യേകിച്ചും കാര്യത്തിൽ ഗവർണർ ബില്ലുകളും നിയമങ്ങളും ഇങ്ങനെ, നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളും നിയമങ്ങളും ഇങ്ങനെ പരിഹാസ രൂപേണ കാണരുത്, മാത്രമല്ല അതിന് ഗൗരവത്തിൽ കാണണം. അത് ഗവർണറല്ല അതിൽ ഉത്തരവാദി, നിയമസഭയാണ്. അതിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങണം എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി പറഞ്ഞ സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ നിയമങ്ങളും സമാന സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കൈകാര്യം ചെയ്യുന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് കോടതിയിലേക്ക് പോയത്. ഏറ്റവും അവസാനം ഇതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളും ഈ സാഹചര്യത്തിൽ വിവാദമാവുകയാണ്. രാഷ്ട്രപതി തള്ളിക്കളഞ്ഞ സാഹചര്യമുണ്ട്. ഇതെല്ലാം മാത്രമല്ല പിടിച്ചു വെച്ച സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വി.ഡി. സതീശനോടും പ്രതിപക്ഷത്തോടും CPM-ഉം സർക്കാരും ചില ചോദ്യങ്ങളും ചോദിക്കുന്നത്. മാത്രമല്ല സതീശനെയും സംഘത്തെയും കുരുക്കുന്ന വിധത്തിൽ കേരളത്തിന് പിന്നാലെ കർണാടകയും സുപ്രീം കോടതിയിലേക്ക് പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ പത്രങ്ങളിലൂടെ ആ വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ടാവും. കേന്ദ്ര ഫണ്ട് തടയുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കർണാടകം സുപ്രീം കോടതിയിലേക്ക് പോയത്. കേരളം പോകുമ്പോൾ അതൊക്കെ കേരളത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്, അല്ലാതെ BJP സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് പറഞ്ഞ വി.ഡി. സതീശനും പ്രതിപക്ഷവും കർണാടകം ഇങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്, അതിനെ പിന്തുണക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം മന്ത്രിമാരുൾപ്പെടെ ഉന്നയിക്കുകയാണ്. സുപ്രീം കോടതിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാന കാര്യം സംസ്ഥാനത്തെ, കർണാടകയിലെ വരൾച്ച നേരിടാൻ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഫണ്ട് നൽകാൻ കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിക്കണം എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന ആവശ്യം. കേന്ദ്ര സഹായം നൽകാതിരിക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമായി പ്രഖ്യാപിക്കണം എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. 35,162 കോടി രൂപയുടെ നഷ്ടമുണ്ടായത് എടുത്ത് 18,171 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സഹായമായി ലഭിച്ചത് എന്നാണ് കർണാടകം പറയുന്നത്. കർണാടകത്തിൻ്റേതിനേക്കാൾ തീക്ഷ്ണമായ അല്ലെങ്കിൽ ഗൗരവപൂർവമായ ആവശ്യമാണ് കേരളം ഉന്നയിച്ചത്. കേരളത്തിന് അർഹമായ കാര്യം പോലും നൽകുന്നില്ല, ലോൺ എടുക്കാനുള്ള അർഹമായ സാഹചര്യം പോലും നിഷേധിക്കുകയാണ് എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. കർണാടക പറയുന്നത് ദുരന്ത സാഹചര്യത്തിൽ നൽകേണ്ട സഹായം നൽകുന്നില്ല എന്നുള്ളത് കൂടിയാണ്. ഈ കാര്യത്തിൽ സതീശന് എന്ത് നിലപാടാണ് എന്ന് മന്ത്രി P. രാജീവ് ചോദിക്കുന്നത് ഈ ദിവസമാണ്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഗവർണർക്കും രാഷ്ട്രപതിയുടെ ഓഫീസിനുമെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയ സാഹചര്യവും. P. രാജീവ് പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഗവർണർക്കും രാഷ്ട്രപതിയുടെ ഓഫീസിനുമെതിരെ കേരളം കോടതിയിൽ പോയത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ദീർഘകാലമായി ഇതെല്ലാം പെൻഡിങ്ങിലായിരുന്നിട്ടും ഇപ്പോൾ കോടതിയിൽ പോയത് കേന്ദ്രത്തിനെതിരെ നിൽക്കുന്നുവെന്ന് കാണിക്കാനാണ് എന്നും പരിഹാസത്തോടെ പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ വസ്തുതയുമായി പുലബന്ധമില്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കേരള നിയമസഭ പാസാക്കിയ 8 ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവച്ചതിനെതിരെ ഇപ്പോഴല്ല സംസ്ഥാനം കോടതിയെ സമീപിച്ചത്. 2023 നവംബർ 11-നാണ്. നവംബർ 21-ന് കേസ് പരിഗണിക്കാനിരിക്കെ നവംബർ 28-ന് ഗവർണർ ഒരു ബില്ലിൽ ഒപ്പിടുകയും ബാക്കി 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തു. 29-ന് കേസ് പരിഗണിച്ചപ്പോൾ സംസ്ഥാന ലിസ്റ്റിലുള്ള ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി ശരിയല്ല എന്ന് കേരളം വാദിച്ചു. ഒപ്പം ഗവർണർ ബില്ലുകളിൽ ഒപ്പിടുന്നതിൽ സമയപരിധി കൊണ്ടുവരണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടു. ബില്ലിന്മേൽ ഗവർണർ തീരുമാനം എടുത്തതിൽ വേണമെങ്കിൽ കോടതിക്ക് അവസാനിപ്പിക്കാം എന്നായിരുന്നുവെങ്കിലും പ്രശ്നത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ ഉന്നത നീതിപീഠം റിട്ട് പെറ്റീഷൻ ഭേദഗതിയോടെ വീണ്ടും ഫയൽ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. കോടതി ആവശ്യപ്പെട്ടത് പ്രകാരം അമെൻഡ് ചെയ്ത റിട്ട് പെറ്റീഷൻ ഡിസംബറിൽ തന്നെ സമർപ്പിച്ചു. എന്നാൽ അത് പരിഗണനയ്ക്കെടുക്കും മുമ്പ് 2024 ജനുവരി 29-ന് ലോകായുക്ത ബിൽ രാഷ്ട്രപതി ഒപ്പിടുകയും മറ്റു ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തതായുള്ള അറിയിപ്പ് ലഭിച്ചു.
ഇതിനുശേഷം സഹകരണ ബില്ലിനും രാഷ്ട്രപതി അനുമതി നിഷേധിച്ചപ്പോഴാണ് 21/3/2024 കേരളം വീണ്ടും പുതിയ റിട്ട് ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. അതായത് ഇപ്പോഴത്തെ കേസ് ഇപ്പോഴുണ്ടായ പ്രശ്നത്തിലാണ്. രാഷ്ട്രപതി അനുമതി നിഷേധിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഗണിച്ചെടുത്ത് കോടതിയിൽ പോകണമെന്നാണോ പ്രതിപക്ഷ നേതാവ് പറയുന്നത്? ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭ പാസാക്കിയ ഒരു ബിൽ എന്തുകൊണ്ട് അനുമതി നൽകുന്നില്ല എന്നത് അറിയാൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായ നിയമസഭയ്ക്ക് അവകാശമുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. യഥാർത്ഥത്തിൽ നിയമസഭയുടെ പ്രസക്തിയെ തന്നെ ഇല്ലാതാക്കുന്ന നടപടിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അതിനൊപ്പം പ്രതിപക്ഷ നേതാവ് കൂടി കക്ഷി ചേരും എന്നാണ് ഭരണഘടനയെയും നിയമസഭയെയും മാനിക്കുന്നവർ പ്രതീക്ഷിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ വിരുദ്ധത കേരളത്തിനെതിരായ നിലപാടിൽ എത്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. കടമെടുപ്പ് വിഷയം സംസ്ഥാന പരിധിയിൽ വരുന്ന വിഷയമാണ് എന്നിരിക്കെ ഈ വിഷയത്തിൽ ഫെഡറൽ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഇടപെടൽ നടത്തുന്ന യൂണിയൻ ഗവൺമെന്റിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ പോയതും 2023 തന്നെയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിലും കേരളം മുന്നേ തന്നെ സുപ്രീം കോടതിയിൽ പോയതാണ്. ഇപ്പോൾ ചട്ടങ്ങൾ പുറത്തിറക്കിയപ്പോൾ അത് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് കേരളം കോടതിയെ വീണ്ടും സമീപിച്ചു. ഇതാണ് സ്ഥിതി. കേരള മാതൃക പിന്തുടർന്നുകൊണ്ട് വരൾച്ചാ സഹായ ഫണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കർണാടക സുപ്രീം കോടതിയിൽ പോയത് ഇലക്ഷൻ സ്റ്റണ്ടാണെന്നുകൂടി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുമോ എന്ന് പരിഹസിക്കുകയും ചെയ്യുന്നു പി രാജീവ്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വ്യത്യസ്തമായ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെയും LDFിൻ്റെയും ആക്ഷേപം. ഒരുപക്ഷെ ആ ആക്ഷേപത്തെ മറികടക്കുന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് ഒരു സമീപനം സ്വീകരിക്കുന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നുള്ള പേടിയായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും സമീപനത്തെ തൻ്റെ സമീപനം കൂടിയാക്കി വ്യാഖ്യാനിക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തെ ഗൗരവമായി കാണുക എന്നുള്ളത് സർക്കാരിനൊപ്പം പ്രതിപക്ഷ നേതാവിൻ്റെയും ഉത്തരവാദിത്തമാണ്. അദ്ദേഹം വരും ദിവസങ്ങളിലും ഈ സമീപനം തന്നെ തുടരുമോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.